ഗുരുഭ്യോ നമ വിഘ്നേശ്വരായ നമ. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ശ്രീ മഹാഭാഗവതം ദശമം കേരള ഭാഷാഗാനം ആണ് സമർപ്പിക്കുന്നത്. രചിച്ചത് പുറയന്നൂർ പരമേശ്വരൻ നമ്പൂതിരിപ്പാടാണ്. കഴിഞ്ഞ ഭാഗത്തിൽ പൊന്നുണ്ണിക്കണ്ണന് ഉണ്ടാകുന്ന പല അപകടങ്ങളും കണ്ടിട്ട് ഇനി അവിടെ താമസിക്കാൻ പറ്റില്ല എന്നും വൃന്ദാവനത്തിലേക്ക് മാറിപ്പോകണമെന്നും ഒക്കെ ചിന്തിക്കുന്ന ഭാഗങ്ങളാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇന്ന് വൃന്ദാവനത്തിലേക്കുള്ള ആ മനോഹരമായ യാത്രയെ പറ്റിയാണ് വർണ്ണിക്കുന്നത്. എല്ലാവർക്കും പൊന്നുണ്ണിക്കണ്ണൻ്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സമർപ്പിക്കുകയാണ്. ജയ് ശ്രീ രാധേ 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 ശ്യാം. നന്നല്ല നമുക്കിപ്പോൾ ഇവിടെ വസിപ്പതും, മറ്റൊരു ദിക്കിൽ ചെന്നു പാർക്കിലെ സുഖം വരൂ. കുറ്റങ്ങൾ പലതുമുണ്ടിവിടെ നിരൂപിച്ചാൽ എന്നു ചിന്തിച്ചു വസിച്ചിടുന്ന നേരത്തിങ്കൽ വന്നിതങ്ങുപാനന്ദനാകിയ ഗോപവൃദ്ധൻ നന്ദനോടവൻ ചൊന്നാനിന്നിനി നമുക്കിഹ നന്നല്ല വസിപ്പതു പോകണം വൈകിടാതെ. എന്തെല്ലാം അപായങ്ങൾ വന്നിതു കുമാരനു, ചിന്തിച്ചാൽ ഭയം വരുമെന്നതേ പറയാവും. ഒന്നുമേ ഫലിച്ചതിൽ ഈശ്വര വിലാസത്താലെന്നതു നിരൂപിച്ചു പാർക്കയില്ലിനിയതും. പുല്ലുകൾ ജലങ്ങളും എന്നിവ പെരുത്തുള്ള നല്ലൊരു വൃന്ദാവനം തന്നിൽ പോയി വസിക്ക നാം. അങ്ങനെ തന്നെയെന്നു ചൊല്ലിയങ്ങെല്ലാവരും മംഗളസമയത്തുമെല്ലവേ പുറപ്പെട്ടാർ. തങ്ങൾക്കുള്ള ധാന്യാദി പദാർത്ഥങ്ങളങ്കനാമാരും പശുവൃന്ദമെന്നിവയെല്ലാം മോദേന ശകടത്തിൽ മിതവേ കരേറ്റിക്കൊണ്ടാദരവോടെ ഘോഷയാത്രയും തുടങ്ങിനാർ. രോഹിണി യശോദയും രാമനും കൃഷ്ണൻ താനും മോഹനമായ ശകടത്തിന്മേൽ വിളങ്ങിനാർ. ഭേരികൾ നാദത്തോടും ശൃംഗമാം നാദത്തോടും നാരിമാരുടെ കൃഷ്ണലീലാഗാനങ്ങളോടും ലോകഹുങ്കാര പശു യഷ്ടിനാദങ്ങളോടും ബാലകരാർത്തു വിളിച്ചിടുന്ന ഘോഷത്തോടും സത്വരം നടന്നവർ പുക്കിതു വൃന്ദാവനം. ചിത്രമായൊരു വനം കണ്ടു സന്തോഷം പൂണ്ടാർ. നല്ലൊരു ലതകളും ബാലപാദപങ്ങളും പുല്ലുകൾ ജലങ്ങളും പുഷ്പങ്ങൾ ഫലങ്ങളും എന്നിവ കണ്ടു ഗോപവൃന്ദവും നാരിമാരും നന്ദിച്ചു വടങ്ങളും ചമച്ചു വാണിടിനാർ. നല്ലൊരു വൃന്ദാവനം തന്നുടെ സമീപത്തു ചൊല്ലേറും ഗോവർദ്ധന പർവ്വതമതുമുണ്ട്. എത്രയോ അരികത്തു കാളിന്തി നദിയുമുണ്ടെത്രയും രമ്യങ്ങളാം പുളിനങ്ങളുമുണ്ട്. എന്നിവയെല്ലാം കണ്ടു കൃഷ്ണനും രാമൻ താനും നന്നെന്നു പറഞ്ഞേറ്റവും സന്തോഷിച്ചാർ. അക്കാലം രാമൻ താനും കൃഷ്ണനോടൊരുമിച്ചു പൈക്കിടാങ്ങളെ മേച്ചു നടന്നു തുടങ്ങിനാർ. മറ്റുള്ള ഗോപാലന്മാരോടും ഒരുമിച്ചു ചെറ്റുദൂരവേ ചെന്നു കളിച്ചു തുടങ്ങിനാർ. കാളയായിട്ടു ശബ്ദിച്ചിടുന്നു ചിലരതിൽ, തോളിലങ്ങെടുത്തു കൊണ്ടോടുന്നു ചിലരെല്ലാം. ജന്തുക്കൾ കരയുമ്പോൾ അങ്ങിനെ തന്നെ ശബ്ദി ചന്ദർമ
മോദേന പിമ്പേ മണ്ടുന്നു ചിലരെല്ലാം. ഇങ്ങനെ പലവിധം ക്രീഡകൾ ചെയ്തു കൊണ്ടു തിങ്ങിന മോദത്തോടു കാളിന്തി തീരം പുക്കാർ. വത്സകനെന്നു പേരായുള്ളൊരു ദൈത്യൻ പശു വത്സരൂപവും പൂണ്ടു കാനനെ ചെന്നാനപ്പോൾ. അന്നേരം കൃഷ്ണനതു രാമനു കാട്ടിക്കൊടുത്തൊന്നുമേ അറിഞ്ഞതില്ലെന്നു ഭാവിച്ചു മന്ദം. ചെന്നവനുടെ പിമ്പേ പാദങ്ങൾ രണ്ടും പിടി ചൊന്നടിച്ചിതു ഭൂമൗ ചത്താനങ്ങവനപ്പോൾ. ബാലന്മാരതു കണ്ടു വിസ്മയം പൂണ്ടിടിനാർ. ചാലവേ പുഷ്പവർഷം ചെയ്തിതു ദേവന്മാരും. അങ്ങു ചെന്നവയെല്ലാം ഘോഷിച്ചു ബാലന്മാരു. മംഗനാജനങ്ങളും വിസ്മയം പൂണ്ടിടിനാർ. പിന്നെയും വത്സന്മാരെ മേച്ചു കൊണ്ടൊരു ദിനം ചെന്നാനങ്ങൊരു നല്ല പൊയ്ക തൻ തീരത്തിങ്കൾ. പൈക്കിടാങ്ങളെ ജലപാനം ചെയ്യിച്ചു തങ്ങളൊക്കെയും ജലപാനം ചെയ്തു നിന്നതു നേരം. കണ്ടിതു മത്സ്യഭക്ഷ നാഗിയ ഭഗത്തിനെ കണ്ടാലങ്ങവനൊരു പർവ്വതത്തോളം പോരും. പക്ഷിയല്ലതു ഭഗനെന്നു പേരായ ദൈത്യൻ. തൽക്ഷണം അവൻ വന്നു കൃഷ്ണനെ വിഴുങ്ങിനാൻ. ബാലന്മാരതു കണ്ടു നിർജീവന്മാരായി വന്നു. താലുമൂലത്തിൽ ചൂടു പിടിച്ചു ഭഗത്തിനും. ചൂടതു സഹിയഞ്ഞു വമിച്ചു പുറത്താക്കി. ചാലവേ കൊക്കോ കൊണ്ടു കൊത്തുവാൻ തുടർന്നപ്പോൾ തുണ്ടങ്ങൾ പിടിപ്പെട്ടു രണ്ടായി പിളർന്നിതു. ദണ്ഡമെന്നിയെ ബാലൻ വേണുകൾ ചീന്തും വണ്ണം. മരിച്ച ജനം പിന്നെ തിരിച്ചു വന്ന പോലെ ചിരിച്ചു വസിക്കുന്ന കൃഷ്ണനെ കണ്ട നേരം രാമാദി ബാലന്മാരും ഒന്നിച്ചു പുൽകിടിനാർ. സമോദം പുഷ്പവൃഷ്ടി ചെയ്തിതു ദേവന്മാരും. വൃത്താന്തം കേട്ട നേരം സ്ത്രീകളും ഗോപന്മാരും ചിത്തകൗതുകം പൂണ്ടു തങ്ങളിൽ ചൊല്ലിടിനാർ. നന്ദനന്ദനൻ തനിക്കെന്തെല്ലാം അപായങ്ങളന്നു വന്നിടുന്നു. ചിന്തിച്ചാൽ ഭയം വരും. ഒന്നുമേ ഫലിക്കുന്നില്ലെന്നതുമല്ല, പിന്നെ വന്നവരെല്ലാവരും അപ്പോഴേ മരിക്കുന്നു. വേദജ്ഞനായ ഗർഗൻ മുന്നമേ ചൊല്ലിടിനാൻ. വൈദികരുടെ വാക്യം സത്യമായി വരുമല്ലോ. ഇത്തരമുര ചെയ്തു നന്ദാദി ഗോപന്മാരും ചിത്തമോദേന കൃഷ്ണലീലകൾ കാൺകയാലേ. ഘോരമായിരിപ്പൊരു സംസാര ദുഃഖമൊന്നു മോരാതെ വൃന്ദാവനെ സുഖിച്ചു വാണിടിനാർ. രാമനും കൃഷ്ണൻ താനും മറ്റുള്ള ബാലന്മാരും പ്രേമമോടൊരുമിച്ചു ലീലകൾ ചെയ്തിടിനാർ. ഓരോരോ ദിക്കിൽ ചെന്നും ഗൂഢമായൊളിക്കയും പാരാതെ മറ്റുള്ളവർ തിരഞ്ഞു പിടിക്കയും. വെള്ളത്തിൽ ചിറ നന്നായി കെട്ടിയും മുറിച്ചിട്ടു മുള്ളിലാനന്ദത്തോടു നീന്തിയും കൂളിയിട്ടും നക്രങ്ങളുടെ വാലു പിടിക്കുന്നേരത്തിങ്കൾ നക്രങ്ങൾ വായ പിളർന്നെത്തുമ്പോൾ മുഴുകിയും ശാഖാഗ്രത്തിന്മേലേറിയങ്ങവരെല്ലാം തൽക്ഷണം ഭൂമി തന്നിൽ ചാടിയും പതിക്കയും. പിന്നെയും പലവിധം ക്രീഡകൾ ചെയ്തു കൊണ്ടു നന്ദിച്ചു വസിച്ചിതു കൃഷ്ണനും രാമൻ താനും. തീയതിൽ പതിക്കയോ വെള്ളത്തിൽ പതിക്കയോ ചെയ്യുന്നതിവരെന്നു നിനച്ചങ്ങെല്ലായ്പ്പോഴും. നന്ദനന്ദന്മാരെ നോക്കി നിന്നിടും യശോദയും നന്ദനും പാലിപ്പാനായി കൽപ്പിച്ചു ജനങ്ങളെ. ഇങ്ങനെ കൗമാരമാം കാലവും കഴിഞ്ഞിതു. മംഗളം 11-ാം അധ്യായം ചൊല്ലിയിടിനേൻ. എൻ്റെ ഈ വാക്കുകൾ പൊന്നുണ്ണിക്കണ്ണൻ്റെ തൃപ്പാദത്തിൽ സമർപ്പിക്കുകയാണ്. ജയ് ശ്രീ രാധേ 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 ശ്യാം.